SFIO അന്വേഷിക്കും. SFIO അന്വേഷിച്ചാൽ എന്താണ്? അതായത് എന്നത്തെ പോലെ സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും, നമ്മളെല്ലാം ഇങ്ങനെ കാലം കഴിഞ്ഞു പോകും. അതേ ഉള്ളൂ. അല്ലാതെ ഒന്നും സംഭവിക്കുന്നത് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പിന്നെ അതിനകത്ത് ശ്രീമതി വീണയെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്താൽ എന്താ, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താ? ഹായരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള പവർ അവർക്കുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം. അവർക്ക് സെർച്ച് നടത്താം, നിയമാനുള്ള സെർച്ച് അവർക്ക് നടത്താം. അതിനുള്ള അധികാരമുണ്ട് അവർക്ക്, അറസ്റ്റിനുള്ള അധികാരമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ അറസ്റ്റ് ചെയ്താൽ ഇവരെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല ഇതെന്താ കാര്യം. കാരണം ഇതിലും പവർ കൂടുതൽ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന ഏജൻസി ആയിരുന്നു എൻഫോഴ്സ്മെന്റ്. കാരണം മണി ലോണ്ടറിങ് അന്വേഷിക്കാൻ പറ്റുന്ന ഒരേ ഏജൻസി അവരാണ്. മണി ലോണ്ടറിങ് ഇതിനകത്തുണ്ട്, അതിനോടൊപ്പം PC ആക്ട് ഉണ്ട്. CBIക്ക് അന്വേഷിക്കാമായിരുന്നു. കാരണം സെൻട്രൽ ഫണ്ട് വരുന്ന ഇതിലേക്ക് വരുമ്പോൾ CBIക്ക് ഇതിനകത്ത് ഉറപ്പായിട്ട് അന്വേഷിക്കാം. പക്ഷെ അന്വേഷിക്കുമോ? ഇവിടെ ഒന്നുമില്ല. CBI അന്വേഷിച്ചാൽ CBI കോടതിയിൽ ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBIയുടേതായിട്ടുള്ള ചാർജ് വരും. അത് നേരെ കൊടുത്ത് സ്പെഷ്യൽ കോർട്ട്, CBI സ്പെഷ്യൽ കോർട്ടിലേക്ക് ട്രയൽ പോകും. പക്ഷേ ഇത് അങ്ങനൊന്നും പോകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം എന്താ, അങ്ങനെ ഒരു അന്വേഷണം ഇല്ല. ED ആണെങ്കിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾ അന്വേഷിക്കുന്ന കോടതി, എക്കണോമിക് ഒഫൻസസ് ഡീൽ ചെയ്യുന്ന കോടതി, ആ കോടതിയിലേക്ക് ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള കോടതിയാണ്. ആ കോടതിയിലേക്ക് ഈ ട്രയൽ പോയനെ അവിടെ ചാർജ് കൊടുക്കും. ഇത് ആർക്കാ ചാർജ് കൊടുക്കുന്നത്? SFIയുടെ ചാർജ് എന്ന് പറയുന്നത് ചാർജ് അല്ല, ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കൊടുക്കുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കൊടുക്കും. അത് അവർ കൂടി ആലോചിച്ച് അവർക്ക് തീരുമാനമെടുക്കാം ഇതിനകത്ത് പ്രോസിക്യൂഷൻ നടപടി വേണോ വേണമെന്ന് കണ്ടാൽ മാത്രമേ പ്രോസിക്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഒക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. ഇതാണ് കാരണം. ഇപ്പോൾ ഇതിനകത്ത് മിസ്കോണ്ടക്റ്റ്, അതായത് ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ 13 PC ആക്ടിൻ്റെ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 13 അനുസരിച്ചുള്ള ഒഫൻസ് ഇതിലുണ്ട്, ഉറപ്പാണ്, അതുണ്ട്. അതോടൊപ്പം അതിന് സെക്ഷൻ 34 ഇട്ടാൽ ശ്രീമതി വീണയെ അതിപ്രതിയാവും. അത് വ്യത്യാസമൊന്നുമില്ല, ട്രയൽ ഫേസ് ചെയ്തേ ഒക്കുള്ളൂ. PC ആക്ട് അനുസരിച്ചുള്ള വലിയ ഗുരുതരമായ ഒഫൻസാണ്. അതിൽ നിന്ന് ഊരിപ്പാനെന്ന് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇനി അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. അതുകൊണ്ട് ഈ കടമ്പകളെല്ലാം കടന്നു പോവും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പണമെല്ലാം ഇങ്ങനെ വാങ്ങിയെടുത്തതാണെന്ന്. അതായത് 5 ലക്ഷം രൂപ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ 5 ലക്ഷം രൂപ പേരെഴുതി അതിലോട്ട് പോകും. ഇത് ഒരു കമ്പനിയിൽ നിന്നൊന്നുമല്ലേ കിക്ക് ബാക്ക് വാങ്ങിയേക്കുന്നത്. വളരെയധികം അനേകം കമ്പനികളിൽ നിന്ന് ഇതേപോലെ കിക്ക് ബാക്ക്, മാസപ്പടി ഇതേപോലെ ശ്രീമതി വീണയുടെ അക്കൗണ്ടിലേക്ക്, ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്കോ വീണയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഈ കർത്താടെ ഭാര്യയുടെ ഉൾപ്പെടുന്ന ആളുകൾ ഉള്ള ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്ന് വലിയ ഹ്യൂജ് എമൗണ്ടാണ് ലോൺ എടുത്തേക്കുന്നത്. ലോൺ അവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അത്രത്തോളം ലോൺ, ആ തുക ഉണ്ടല്ലോ, ആ ലോൺ അനുവദിച്ചേക്കുന്ന തുക മുഴുവൻ ഈ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ പണം ബാക്കി എവിടെ? ഈ ലോൺ കൊടുത്തേക്കുന്ന തുക, ലോൺ അവർ കൊടുത്തിട്ടുണ്ട്, ആ ലോൺ കൊടുത്തതിന് തെളിവുണ്ട്. ആ ലോൺ കൊടുത്തേക്കുന്ന തുക മുഴുവൻ ഇതിൽ വന്നിട്ടില്ല, വരവച്ചിട്ടില്ല. അപ്പോൾ ബാക്കി ആർക്ക് കൊടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻ വരത്തില്ല ഇവിടെ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇത്. അത്ര എളുപ്പം ഇതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റത്തില്ല. പക്ഷേ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ, രാഷ്ട്രീയക്കാർ, അവർക്ക് അഴിമതിയും അക്രമവും നടത്താൻ അവർക്ക് ലൈസൻസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അവർക്ക് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് ഈ കരിമണൽ എന്ന് പറയുന്നത്. സ്വർണത്തിൻ്റെ വിലയുള്ള സാധനമാണ് അത്. കരിമണൽ കറുത്തായിക്ക് മുഴുവൻ അതങ്ങോട്ട് കൊടുക്കുക, വളരെ തുച്ഛമായ വിലയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ കേരളം സ്വർഗമായി മാറിയാലേ മറ്റൊരു ദുബായ് ആയി മാറേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ അതേപോലെ എണ്ണ കുഴിച്ചെടുക്കുന്നതിനേക്കാൾ വലുതാണ് ഇത്. ആ എണ്ണയ്ക്ക് ഇത്രയൊക്കെ ഒരുപാട് ജോലി ചെയ്തേ എണ്ണ കുഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും വേണ്ട, ചുമ്മാ വാരിയെടുത്താൽ മതി. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിനകത്ത് സംഭവിച്ചേക്കുന്നത് എന്താണ്? ഇവിടെ തോട്ടപ്പള്ളി അവിടെ വന്ന് അപ്പം ആ പൊഴി മുറിച്ചില്ലെങ്കിൽ ഇവിടെ വെള്ളം കയറുന്നു കേട്ടോ. കുട്ടനാട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൻ്റെ കാരണം തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കാത്തതാണെന്നാണ്. അതുകൊണ്ട് ഈ പുഴി മുറിക്കണം. അപ്പോൾ പൊഴി മുറിക്കുന്നതിന് പെട്ടെന്ന് ഇവർക്ക് തന്നെ അങ്ങ് കോൺട്രാക്ട് കൊടുക്കുകയാണ്, കരാറ് കൊടുക്കുകയാണ്. ആ കരാറ് കൊടുത്തതിന് മാത്രമല്ല, അതിനകത്ത് ആ ഓർഡറിനകത്ത് എഴുതിയേക്കുന്ന ഒരു വാചകം ഇന്നാളെ ശ്രീ മാത്യു കുഴൽനാടൻ വായിക്കുന്ന ഞാൻ കേട്ടു. അതിനകത്ത് ആ ഓർഡർ ഞാൻ കണ്ടില്ല, പക്ഷേ അദ്ദേഹം വായിക്കുന്ന ഞാൻ കേട്ടു.
അതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്നറിയോ? മൺസൂൺ വന്ന് ഈ മണൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എളുപ്പം അതിന് കോൺട്രാക്ട് കൊടുക്കണമെന്ന്. അപ്പം ഈ എവിടെ വെള്ളപ്പൊക്കം ഒഴിവാക്കാനെന്ന എല്ലാവരും ധാരണ, ഈ പാവങ്ങളുടെ ധാരണ വെള്ളപ്പൊക്കം ഒഴിവാക്കാനൊന്നും അല്ല, യവന്മാർക്ക് മണ്ണ് വാരി തിന്നാനാണ് ഇത് മുഴുവൻ, അല്ലാതെ വേറൊന്നിനുമല്ല. മണൽ പൊഴിച്ചെടുക്കാൻ. അത് ഇതേവരെ ഇത് ആളുകളെ ശ്രദ്ധപ്പെടുന്നുണ്ടോ? ഇത് ഒന്നുമില്ല. അത് ഈ ഇതിൻ്റെ പുറകെ നടക്കുന്നത് ശ്രീ മാത്യു കുഴൽനാടനുണ്ട്, പിന്നെ അതുപോലെ ഷോൺ ജോർജ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങ് മാറിപ്പോവുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ മാത്യു കുഴൽനാടനെ അത് കാരണം എന്തോ ഉപദ്രവിക്കുന്നത്? ധാരാളം ഉപദ്രവിക്കല്ലേ. അയാളുടെ കയ്യിൽ ഭൂമി അധികം ഇരിപ്പുണ്ട്. ഈ മണൽ വാരി തിന്നുന്നതിനെ കഴിവൊന്നും അല്ലല്ലോ ഈ ഭൂമി അധികരിക്കുന്നത്. അപ്പോൾ അങ്ങെടുത്ത പറയാൻ പറഞ്ഞെടുത്തോളാം. ഇതേപോലുള്ള കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ പീഡിപ്പിക്കുകയാണ്. എന്താ കാര്യം? അയാളിത് പൊക്കി പിടിച്ചുകൊണ്ട് വരരുത്, മിണ്ടരുത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഇപ്പം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ഖേദകരമായ ഒരു കാര്യമാണെന്നറിയാം. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതുപോലെ കോടികളാ ഓരോരുത്തർ വാങ്ങിച്ചേക്കുന്നത്. ഈ കൈക്കൂലി വാങ്ങിച്ചേക്കുന്നുണ്ടല്ലോ, ഈ അക്ഷരങ്ങൾ എഴുതി PBയും KKയും അതും ഇതുമൊക്കെ 95 കോടി രൂപയാണ്. 1-2 രൂപയല്ല, അത് ഒരു വർഷം, ഒരൊറ്റ സാമ്പത്തിക വർഷത്തെ കാര്യമാണ് ആ പറയുന്നത്, ഈ 135-നകത്ത്. ബാക്കിയൊക്കെ ശ്രീമതി വീണയുടെ കമ്പനിക്കൊക്കെ വന്നേക്കുന്ന 1,72,00,000 രൂപയേ ഉള്ളൂ. അത് ചെറിയ തുകയല്ലേ, 1,72,00,000. ഈ കോടിയൊന്നും ഇവർക്ക് വലിയ കാര്യമല്ല. കാരണം ഇഷ്ടംപോലെ കോടികൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അതിനൊന്നും വിലയില്ല ഇവിടെ. നമുക്ക് ഈ 1 കോടി രൂപ എന്ന് പറയുന്നത് ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ ഉള്ളൂ, ഇതാണുള്ളത്. പിന്നെ അത് ഈ ഒരുപാട് കണക്കുകൾ അങ്ങ് പറയുകയാണ്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, കൈകൾ നീട്ടി കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കണം ജനങ്ങളുടെ മുമ്പിൽ. നേരും ചൊവ്വയും പറഞ്ഞാൽ എന്താ കാര്യം? PV എന്ന് പറയുന്ന ഞാനൊന്നും അല്ല. പക്ഷേ ഈ PV എന്ന് പറയുന്ന ആൾ ഈ വീണയുടെ പിതാവാണെന്നുള്ളത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് നിഷേധിക്കുമെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. ഇല്ലെന്നാണ്, ഞാൻ നിഷേധിക്കാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ പോവാണ്. എന്താണ് ഇത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ആർക്കെങ്കിലും സമയമുണ്ടോ? പലപ്പോഴും ആരും ഇതിന് ഇറങ്ങത്തില്ല, ആരും ചോദിക്കത്തില്ല, നോക്കത്തില്ല. അപ്പോൾ ഇത് ഈ ജനങ്ങളുടെ അജ്ഞത മുതലെടുക്കുകയാണ്. മാത്രമല്ല ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള താല്പര്യമില്ലായ്മ. ജനങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണ്? നമ്മുടെ സ്വത്താണ് ഈ നഷ്ടപ്പെടുന്നത് മുഴുവൻ. ഇതൊരു കർത്തായ്ക്കും അതുപോലെ കുറേ രാഷ്ട്രീയക്കാർക്കും കൊണ്ട് തിന്നാനുള്ളതല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക്, പാവങ്ങൾക്കും അതുപോലെ സാധാരണക്കാർക്കും ഒക്കെ വേണ്ടതാണ് ഇത് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ബോധം, ഒരു അവബോധം മനുഷ്യന് വേണ്ടേ? അത് ജനങ്ങൾക്കില്ല, ഒരിക്കലും ഇല്ല. എത്രയൊക്കെ അഴിമതി നടത്തിയാലും ഇതിന് കീജയെ വിളിക്കാനും കുറേ എണ്ണത്തിനെ ചെലവും കൊടുത്ത് തെരുവുണ്ടകളെ കൊണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. രാഷ്ട്രീയ പാർട്ടികൾ ഈ രീതിയിൽ അധപ്പതിക്കാൻ പാടില്ല.